പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഭാര്യയ്ക്കും ഭർത്താവിനും ആനുകൂല്യങ്ങൾ ലഭിക്കുമോ? അതുപോലെ തന്നെ 19ാം ഗഡുവിൻ്റെ റിലീസ് തീയതി തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധി രാജ്യത്തുടനീളമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കിസാൻ യോജന. ഈ തുക 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യുന്നു. ഇത് കർഷകരെ അവരുടെ കാർഷിക ചെലവുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചതിന് ശേഷം 18 ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ 18ാം ഗഡു 2024 ഒക്ടോബർ 5-ന് മഹാരാഷ്ട്രയിലെ വാഷീർ ജില്ലയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. അവസാന ഗഡു ലഭിച്ചതിന് ശേഷം ദശലക്ഷക്കണക്കിന് കർഷകരാണ് ഇപ്പോൾ 19ാം ഗഡുവിനായി കാത്തിരിക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അടുത്ത ഗഡു 2025 ഫെബ്രുവരി 24-ന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് PM കിസാൻ പോർട്ടലിൽ അവരുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. EKYC, ലാൻഡ് സീഡിംഗ്, അതുപോലെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇതിനു മുമ്പുള്ള ഗഡുക്കൾ മുടങ്ങിയവർ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 19ാമത്തെ ഗഡുവിനോടൊപ്പം മുടങ്ങിയിട്ടുള്ള ഗഡുക്കൾ കൂടി അവർക്ക് ലഭിക്കുന്നതാണ്. PM കിസാൻ ഗുണഭോക്താക്കൾക്കിടയിൽ സാധാരണമായ ഒരു ചോദ്യമുണ്ട്. കൂട്ടുകുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്നതാണ്. PM കിസാൻ യോജന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ സഹായം ലഭിക്കാൻ അർഹതയുള്ളൂ. കൃഷിഭൂമി ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്നത്. ഭാര്യാഭർത്താക്കന്മാർ ഇരുവരും അപേക്ഷിച്ചാൽ ഭൂ ഉടമസ്ഥതാ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ തിരഞ്ഞെടുക്കൂ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.